ഇന്ന് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അയർലൻഡിലെ ടോണിഷ് തീർത്ത സ്വപ്ന ഭവനത്തിലേക്കാണ്. വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറി. സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഇണചേർത്തുകൊണ്ട് എല്ലാ സൗകര്യത്തോടും കൂടി നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഭവനം. ആ ഭവനത്തിന് മാത്രമേ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിയൂ. വീടിൻ്റെ സൗന്ദര്യത്തിന് നിറച്ചാർത്ത് നൽകുന്നത് ചുറ്റുവട്ടമുള്ള പ്രകൃതി തന്നെയാണ്. ശാന്തമായതും പച്ചപ്പ് നിറഞ്ഞതുമായ മലനിരകളുടെ ഭംഗിയോട് കൂട്ടിച്ചേർത്ത് ടോണിഷിൻ്റെ സ്വപ്നഭവനം ഞങ്ങൾ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഈ സ്വപ്നഗൃഹത്തിൻ്റെ പ്രവേശ കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയ ഒരു നടപ്പാതയാണ്. ആ നടപ്പാതയ്ക്ക് ഇടതുവശത്തായി ഒരു ബാത്റൂം സജ്ജമാക്കിയിരിക്കുന്നു. തുടർന്ന് ഒരു സ്റ്റോർ റൂമും നമുക്ക് കാണാം. സ്റ്റോർ റൂമിൻ്റെ വലതുഭാഗത്തായി വിസിറ്റേഴ്സ് റൂമാണ്. കമനീയമായി അലങ്കരിക്കപ്പെട്ട അച്ചടക്കമുള്ള ഒരു മുറി. ആ മുറിയുടെ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയാൽ പ്രകൃതി രമണീയമായ മലനിരകളും പച്ചപ്പും നമുക്ക് കാണാൻ കഴിയും. എന്നെ ആ മുറിയിൽ ആകർഷിച്ചത് തിരുഹൃദയത്തിൻ്റെ രൂപം തന്നെയാണ്. മുന്നോട്ട് നടക്കവേ ഇടതുവശത്തായി അപ്സ്റ്റേഴ്സിലേക്കുള്ള സ്റ്റെയർകേഴ്സും ഓപ്പോസിറ്റായി ചെറിയ ഒരു സ്റ്റോർ റൂമും വീണ്ടും കാണാം. അത്യാവശ്യം പാദരക്ഷകളും ജാക്കറ്റുകളും എല്ലാം അവിടെയാണ് സൂക്ഷിക്കപ്പെടുന്നത്. അതിന് ഓപ്പോസിറ്റായിട്ട് തന്നെ വീണ്ടും ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ കഴിയും. അതും താണ്ടി നമ്മൾ മുന്നോട്ട് പ്രവേശിക്കുന്നത് വലിയൊരു ഹാളിലേക്കാണ്. ആ ഹാളിൻ്റെ വലതുവശത്തായി അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ അടുക്കളയും നമുക്ക് കാണാം. തുടർന്ന് വലതുവശത്തായി സെക്കൻഡ് കിച്ചനും നമുക്ക് കാണാൻ കഴിയും. അതിനോടനുബന്ധിച്ചാണ് പുറത്തേക്കുള്ള വഴി. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്സ്റ്റെയറാണ്. അപ്സ്റ്റെയറിലാണ് ബെഡ്റൂംസ് എല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. ഇതൊരു ഗസ്റ്റ് റൂമാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാഴ്ച വളരെ മനോഹരമാണ്. ആ ജാലകത്തിലൂടെയുള്ള പ്രകാശവും തണുപ്പും അതൊരു വ്യത്യസ്ത അനുഭവമാണ് ഈ മുറിക്ക് നൽകുന്നത്. തുടർന്ന് മാസ്റ്റർ ബെഡ്റൂം. അത്യാധുനിക സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ബാത്റൂമും കൂടി ചേർന്നിട്ടുള്ള ഒരു മുറി. മുറിയിൽ എന്ന പോലെ ഈ മുറിയിലും അത്യാവശ്യം വേണ്ട കബോർഡുകളും കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ബെഡ്റൂമും താണ്ടി നമ്മൾ മുന്നോട്ട് നടക്കവേ നമ്മൾക്ക് വലതുവശത്തായി
അഡീഷണൽ ഒരു ബാത്റൂമും കാണാൻ കഴിയും. ഇനി നമ്മൾക്ക് കാണാനുള്ളത് 2 VIP-കളുടെ മുറികളാണ്. ഇപ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ടോണിഷിൻ്റെ മൂത്ത മകളും പ്രിൻസസ്സുമായ അയോണയുടെ മുറിയിലേക്കാണ്. ആ മുറിയിൽ എന്നെ ആകർഷിച്ചത് ചില ലിഖിതങ്ങളാണ്. യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ ഇനഫ്, യു ആർ ലൗഡ്. ഈ പേരിൽ തന്നെ ആ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങൾ തൊട്ടറിയാൻ കഴിയുന്നുണ്ട്. ആ ലിഖിതത്തിനോടൊപ്പം ചുറ്റുമുള്ള ചിത്രശലഭങ്ങളും അതിനോട് ചേർന്നുള്ള മാരിവില്ലും മനോഹരമായി എന്ന് തന്നെ പറയാൻ കഴിയും. ഇനി മുന്നോട്ട് കാല് വയ്ക്കുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധിക്കണം. കാരണം ആ മുറി ഒരു ലിറ്റിൽ പ്രിൻസിൻ്റെയാണ്. ആ മുറിയിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ കളിക്കോപ്പുകൾ അവിടെ ഇവിടെയായി കാണാം. അതെല്ലാം അടുക്കും ചിട്ടയോടും കൂടി അവൻ അലങ്കരിച്ചു വെച്ചിരിക്കുകയാണ്. ആ റൂമിനാകെ ഒരു റെഡിഷ് കളർ. ഇതെല്ലാം കണ്ട് എൻ്റെ മനസ്സൊന്ന് കുളിർത്തു. കാരണം ചേരുംപടി ചേർത്തുകൊണ്ടുള്ള അലങ്കാര പണികളും നിറങ്ങളും കൊടുത്തുകൊണ്ട് ആ വീടിനെ സുന്ദരമാക്കാൻ അവർ ശ്രമിച്ചിരിക്കുന്നു. രാജിയുടെയും ടോണിഷിൻ്റെയും കലാമൂല്യമുള്ള ആ ഒരു പ്രവർത്തനത്തെ ഞാൻ എത്ര അപ്രിഷ്യേറ്റ് ചെയ്താലും മതിയാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി കാണേണ്ടത് പുറം കാഴ്ചകളാണ്, വീടിന് പിന്നിലുള്ള സൗകര്യങ്ങളും മറ്റും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ വീടിന് എത്രയോളം ചിലവ് വന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കേണ്ടത് ഇനി വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാവും. നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ ഈ വീടിൻ്റെ ആകെയുള്ള സമ്മറി നമ്മൾക്കൊന്ന് പരിശോധിക്കാം. ആയത് ബെഡ്റൂം 4 ബാത്റൂം 3, വലിയ ഹാൾ വിത്ത് ഡൈനിങ് റൂം, കിച്ചൺ 2, പാർക്കിംഗ് സൗകര്യങ്ങൾ 3 വലിയ കാറുകൾ പാർക്ക് ചെയ്യാവുന്ന സൗകര്യത്തോടു കൂടിയുള്ളതുമായ 2 നല്ല വീട്. ഈ വീടിന് 149 സ്ക്വയർ മീറ്ററാണ് ചുറ്റളവുള്ളത്. അതിനായി ചിലവഴിച്ചത് ഏകദേശം 6 ലക്ഷം യൂറോയാണ്. അതായത് അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവെർട്ട് ചെയ്താൽ 5,40,36,000 ഇന്ത്യൻ രൂപ. ഏകദേശം 2 വർഷത്തെ കൂട്ടലും കിഴിക്കലും എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്വപ്നഭവനം സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം.
ഈ സ്നേഹഭവനത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വ്ലോഗ് ഇവിടെ പൂർണ്ണമാക്കുന്നു.